സാർ, ഈ മൊസാദിലെ ഉദ്യോഗസ്ഥർ ചാരന്മാരായിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ കടന്നു കയറുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു. ഇപ്പം ഇറാനിലെ ഒരു മുൻ പ്രസിഡന്റ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ഈ മൊസാദിനെതിരായി അവർ ഒരു ഇൻ്റലിജൻസ് വിങ് ഉണ്ടാക്കി, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ മൊസാദിൻ്റെ ചാരനാണെന്ന്. ഞെട്ടിപ്പിക്കുന്നതല്ലേ സാർ ഇതൊക്കെ? അതെ അതെ അതെ. അത് ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ്റെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇസ്രയേലിനെ പോലെയല്ല. ഇസ്രയേലിൽ ദേശാഭിമാനികളാണ് ഇസ്രയേൽ ജനത എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു പീഡക ഭരണകൂടമാണ്. ഇറാന്റെ ഈ മത ഭരണകൂടമാണ്, മത നിയമങ്ങളാണ്. അത് 2022 തന്നെ സ്ത്രീകളുടെ പ്രശ്നമൊക്കെ. അപ്പോൾ മത നിയമങ്ങളിൽ നിന്നൊക്കെ കുതിറിച്ചാടി സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊസാദിന് ഇറാനിൽ ചാരന്മാരെ കിട്ടാനായിട്ട് എളുപ്പമാണ്, പ്രയാസമില്ല. ആര് വേണമെങ്കിലും ഈ ആയത്തുള്ളൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുള്ളത് കൊണ്ട് കിട്ടും. അങ്ങനെയാണല്ലോ മറ്റേ ഹാനിയയെ അവിടെ വെച്ച് തന്നെ അതിസൂക്ഷ്മമായ ഒരു ഓപ്പറേഷനിൽ കൂടി വകവരുത്താൻ പറ്റിയത്. അപ്പോൾ 2018 ഈ ബെഞ്ചമിൻ നെതന്യാഹു ഒരു സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഇത് ഇറാൻ്റെ ആണവ പദ്ധതിയുടെ രേഖകളാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നു. അത് ലോകം ശരിക്കും ഞെട്ടിപ്പോയി ഈ രേഖകൾ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതെങ്ങനെ അദ്ദേഹത്തിന് കിട്ടി, നെതന്യാഹുവിന് കിട്ടി എന്നുള്ളതിൻ്റെ രഹസ്യമാണിപ്പോൾ ഇറാൻ്റെ പ്രസിഡൻ്റായ മഹ്മൂദ് അഹമ്മദി നജാദ് കഴിഞ്ഞ ദിവസം CNN ടർക്ക്, അതായത് CNN ഇംഗ്ലീഷിൽ കാണുമല്ലോ, തുർക്കി ഭാഷയിലുള്ള CNN, CNN ടർക്കിനോടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിലാണ് അദ്ദേഹം നജാദ് ഇത് വെളിപ്പെടുത്തിയത്. നജാദ് 2013 വരെ പ്രസിഡൻ്റായിരുന്നു. പക്ഷേ 2009 തെരഞ്ഞെടുപ്പ് അദ്ദേഹം റിഗ് ചെയ്താണ്, അട്ടിമറി നടത്തിയിട്ടാണ് പ്രസിഡൻ്റായത് എന്ന് പറഞ്ഞ് ആരോപിച്ചിട്ട് ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, മറ്റേ ഹെലികോപ്റ്ററിൽ റൈസി മരിച്ച ശേഷം. അതിൽ മത്സരിക്കാനായിട്ട് അനുവദിച്ചില്ല. മുമ്പ് ഈ അട്ടിമറി നടത്തിയോണ്ട് 2000 നമുക്കറിയില്ല 2009 അയാൾ റിഗ് ചെയ്തിട്ടാണോ ബൂത്ത് പിടിച്ചിട്ടാണോ പ്രസിഡന്റ് ആയതെന്ന്. ഭരണകൂടമാണല്ലോ. അപ്പോൾ ആയത്തുള്ളയുടെ ആളുകൾ ആരോപിച്ചതാണത്. ഇയാളാകരുതെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാകാം, ആരോപണം കൊണ്ടുവന്നു. അതുകൊണ്ട് ഇത്തവണ മത്സരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ട്, മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അൻവറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട്. എന്നാലും പറയുന്നതിൽ കുറെ കാര്യം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് CNN ടർക്കിനോട് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു കൗണ്ടർ ഈ ഇസ്രയേലിൻ്റെ ഒരു മൊസാദിനെ ശരിപ്പെടുത്താനായിട്ടൊരു കൗണ്ടർ നെറ്റ്വർക്ക്, ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടാക്കി. അതിൻ്റെ മേധാവി മൊസാദിൻ്റെ ചാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ഡബിൾ ഏജൻ്റ് ആണ് ഒരേ സമയം. ഇറാന് വേണ്ടിയും ഇസ്രയേലിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് അയാൾ പ്രശ്നമാവുമെന്ന് കണ്ടപ്പോൾ 20 പേരും കൂടി അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ഇസ്രയേലിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ ഇസ്രയേൽ അവരെ സംരക്ഷിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അതായത് ഇസ്രയേലിനെ ശരിപ്പെടുത്താൻ, മൊസാദിനെ ശരിപ്പെടുത്താൻ ഉണ്ടാക്കിയ സംഘടനയുടെ മേധാവി തന്നെ മൊസാദിന്റെ ചാരനായിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയത്. ഇദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ മേധാവിക്ക് പുറമെ 20 പേര് 2018 കുറേ രേഖകൾ കാണിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ നെതന്യാഹു. അത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2018 ജനുവരി അവസാനം 1 ഡസൻ പേര് മൊസാദിൻ്റെ 1 ഡസൻ പേര് ടെഹ്റാനിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ഒരു ആണവ സംഭരണ കേന്ദ്രത്തിൽ കടന്നു ചെന്നു. അതിന് വേണ്ടത്ര സഹായമൊക്കെ കിട്ടിക്കാണും. 32 സേഫുകളിൽ ആയിട്ടാണ് ഈ രേഖകൾ സൂക്ഷിച്ചിരുന്നത്, ആണവ രേഖകൾ. അത് 7 മണിക്കൂർ കൊണ്ട് 27 താഴുകൾ, പൂട്ടുകൾ ഉരുക്കി, പൂട്ടുകൾ തുറക്കണമല്ലോ, ഉരുക്കി കളഞ്ഞു. അങ്ങനെ 1/2 ടൺ ആണവ രേഖകൾ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് 1 ലക്ഷം രഹസ്യരേഖകൾ വരും. അത് ആണവരേഖകൾ 1/2 ടൺ ആണവരേഖകൾ കൊണ്ടുപോയി. എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് 2000 കിലോമീറ്റർ അകലെ ടെൽ അവീവിൽ നെതന്യാഹു ഇതെൻ്റെ കയ്യിലുണ്ട് എന്ന് പ്രദർശിപ്പിച്ചത്.
ഇങ്ങനെ എടുത്തതാണ്. അത് ഈ നജാദ് പറയുന്നതിന് മുമ്പേ ഇങ്ങനൊരു വിവരം ലീക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതല്ല. നേരത്തെ ഈ മോഷണ വിവരം മൊസാദ് ഇത് കൈവശപ്പെടുത്തിയത് വന്നിട്ടുണ്ട്. പിന്നെ മൊസാദ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഇൻ്റലിജൻസ് ചീഫ് ഇങ്ങനെ മൊസാദിൻ്റെ ചാരനാണെന്നുള്ളത് 3 കൊല്ലം മുമ്പ് ആണ് വെളിപ്പെട്ടത്. അതാണ് നജാദ് ഇപ്പോൾ പറഞ്ഞത്. 3 കൊല്ലം മുമ്പ് ഇത് ഇറാന് തന്നെ മനസ്സിലായിരുന്നു. എന്നിട്ട് ഇസ്രയേലിലേക്ക് പലായനം ചെയ്തു. നസറുള്ളയെ പറ്റി ഈ ഇപ്പോൾ ഇസ്രയേലിന് വിവരം കൊടുത്തതും നസറുള്ള ഈ ഇന്ന സ്ഥലത്ത് ഇപ്പം മീറ്റിങ്ങിലുണ്ട് എന്ന് വിവരം കൊടുത്തതും ഒരു ഇറാൻകാരനാണ് എന്നൊരു പാരീസ് പത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വിവരവും കൊടുത്തത് ആണെന്ന് ഈ മുൻ മറ്റേ ഈ ഇൻ്റലിജൻസ് മന്ത്രി ഇറാൻ്റെ പഴയ ചാരമന്ത്രി അലി യൂനിസി ഇതേ കാര്യം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇയാൾ ചാരമേധാവി തന്നെ ചാരനായിരുന്നു എന്നുള്ള കാര്യം മുമ്പത്തെ ഇൻ്റലിജൻസ് മിനിസ്റ്റർ അലി യൂനിസിയും വെളിപ്പെടുത്തിയിരുന്നു. ഒരു മുൻമന്ത്രി ഈ പ്രസിഡന്റ് റൂഹാനിയുടെ ഉപദേഷ്ടാവ് 2022 പറഞ്ഞിരുന്നു. പഴയൊരു മന്ത്രി, പേരൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പ്രസിഡന്റ് റൂഹാനിയുടെ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. 2022 പറഞ്ഞിരുന്നു, ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും പേടിക്കണം, കാരണം എവിടെയൊക്കെയാണ് മൊസാദിൻ്റെ ചാരന്മാർ എന്നുറപ്പില്ല എന്ന് പറഞ്ഞിരുന്നു. 2020 നവംബറിൽ ഈ മൊഹ്സൻ ഫക്രിസാദെ എന്ന് പറഞ്ഞ ഒരു ആണവ ശാസ്ത്രജ്ഞൻ്റെ വാഹന വ്യൂഹത്തിനെ മൊസാദ് ആക്രമിച്ചിരുന്നു. എന്നിട്ട് വെടിവയ്പ് നടന്നു. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിത റിമോട്ട് യന്ത്രത്തോക്ക് കൊണ്ടാണ് ഈ ഫക്രിസാദയെ വെടിവെച്ചത് മൊസാദ്. അപ്പോൾ അങ്ങനെ ആണവ ശാസ്ത്രജ്ഞരായ 5 പേരെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് മൊസാദ്. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറിൽ ഈ മാഗ്നറ്റിക് ബോംബ് വാതിലിൽ കൊണ്ടുപോയി, മാഗ്നറ്റ് ഉണ്ടല്ലോ അതങ്ങനെ ഫിക്സ് ആയിക്കോളും, കാറിൻ്റെ അവിടെ കൊണ്ട് അറ്റാച്ച് ചെയ്യും. മാഗ്നറ്റിക് ബോംബ് വാതിലിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പല ശാസ്ത്രജ്ഞന്മാരുടെയും കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിൽ ഒരാൾ വരും മൊസാദിൻ്റെ ചാരൻ, എന്നിട്ട് മാഗ്നറ്റിക് ബോംബ് അറ്റാച്ച് ചെയ്യും, എന്നിട്ട് വണ്ടി ഓടിച്ചു പോകും. അവർ ബൈക്ക് ഓടിച്ചു. ഇവിടെ ഇത് വെടിതീരും, ശാസ്ത്രജ്ഞൻ്റെ വെടിതീരും. അങ്ങനെ ഒരു ഫക്രിസാദെ എന്ന് പറഞ്ഞ ഒരാളെ ഈ ശാസ്ത്രജ്ഞനെ കൊന്നിരുന്നു. ഈ ഫക്രിസാദെ സത്യത്തിൽ ഈ ഇൻ്റലിജൻസ് വിങ്ങിൽ അംഗമായിരുന്ന ആളായിരുന്നു, ഈ ഇറാൻ്റെ തന്നെ എന്ന് വിവരമുണ്ട്. അപ്പോൾ ഈ വളരെ കൃത്യതയോടു കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ അന്ന് ഫക്രിസാദെ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ മറ്റ് 4 പേരെയൊക്കെ കൊല്ലണം എന്നുണ്ടെങ്കിൽ റിയൽ ടൈം ഇൻ്റലിജൻസ് ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരമൊക്കെ കിട്ടണം. നിങ്ങൾ വരൂ, ബോംബ് വെക്കൂ എന്നൊക്കെ പറയാൻ. അപ്പോൾ ഇറാൻകാർ ധാരാളം ഈ ഇസ്രയേൽ മൊസാദിനെ സഹായിക്കുന്ന ആളുകളുണ്ട്. ഈ ഫക്രിസാദെ മരിച്ച ശേഷം ഇറാൻ്റെ ചാരാൻ മന്ത്രിയായിട്ടുള്ള മഹമ്മൂദ് അലവി പറഞ്ഞു, ഞാൻ 2 മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഈ ഫക്രിസാദെ കൊല്ലപ്പെടും, പക്ഷെ ആരും ഒരു നടപടി എടുത്തില്ല. ഫക്രിസാദെ കൊല്ലപ്പെടുന്ന മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്, ഈ ചാരമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഓഫീസ് നടച്ചും ഈ മൊസാദിൻ്റെ ചാരന്മാരായിരിക്കുമല്ലോ, അതുകൊണ്ടൊന്നും നടന്നില്ല. ഈ ഫക്രിസാദയും IRGC അംഗമായിരുന്നു, അതായത് മറ്റേ പട്ടാള വിഭാഗം ഉണ്ടല്ലോ, എലൈറ്റ് ഇറാൻ്റെ, അതിലംഗമായിരുന്നു, ശാസ്ത്രജ്ഞനുമായിരുന്നു. തടവിൽ ധാരാളം IRGC കമാൻഡേഴ്സ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർ ഇപ്പോൾ തടവറയിൽ കഴിയുന്നു, ചാരൻ പ്രവർത്തനം നടത്തുന്നത് കണ്ടുപിടിച്ചിട്ട്. ഖുദ്സ്
എന്ന് പറഞ്ഞ സേനയാണത്. ആ സേനയുമില്ല അംഗങ്ങളും ഒക്കെ തടവിൽ ധാരാളം പേരുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലുള്ള പല ഇറാൻ്റെ സ്ഥാനപതിമാരും മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവരാണെന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഈ ഹണി ട്രാപ്പിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളാണ്. മൊസാദ് എല്ലാ പരിപാടികളും ചെയ്യുമല്ലോ. നമ്മൾ മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നല്ലോ എലി കോഹൻ്റെ. അപ്പോൾ അദ്ദേഹം അർജന്റീനയിൽ പോയിട്ടും ഈ സ്ത്രീ പാർട്ടികളിൽ പലതരം സ്ത്രീകളും വരുമായിരുന്നു എന്നുള്ള കാര്യം നമ്മളന്ന് പറഞ്ഞിരുന്നു. 2018 ജനുവരി അവസാനം ഒരു ഡസൻ പേരാണ് ഈ ടെഹ്റാനിൽ നിന്ന് പോയി ഈ ആണവരേഖകൾ മോഷ്ടിച്ചത്. ഇപ്പോൾ ലേ പരീഷ്യൻ എന്ന് പറഞ്ഞ പത്രമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റേ ഹിസ്ബുല്ലയുടെ മേധാവി നസ്രള്ളയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ മൊസാദിന് കൊടുത്തത് ഇറാനിൽ നിന്ന് തന്നെയുള്ളൊരു ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മൊസാദിന് കൊടുത്തത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇസ്രയേൽ അവരുടെ മൊസാദിൻ്റെ ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ട് എവിടെ വേണമെങ്കിലും അവരുടെ ചാരന്മാരെ നിയോഗിക്കാം. ഇറാനിൽ അത്ര ആളുകളെ അവർക്ക് ഈസിയായിട്ട് കണ്ടെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ബംഗറിൽ പോയി ഒളിച്ചിരിക്കുന്ന അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ പേടിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ? എവിടെയാണെന്നൊക്കെ ഉള്ളത് ഇസ്രയേലിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടായിരിക്കും കാരണം ഇസ്രയേല് പണ്ട് ഈജിപ്തിലെ ഒരു ഓപ്പറേഷൻ വളരെ പരാജയപ്പെട്ടു പോയി മൊസാദ് നടത്തിയത്. അത് വളരെ മുമ്പ് 50കളിലാണ്, 57 ആ സമയത്താണ്. അത് കഴിഞ്ഞ് ആ പരാജയത്തിൽ നിന്ന് പഠിച്ചിട്ട് ബാക്കി ഓപ്പറേഷനൊക്കെ വളരെ പ്രിസിഷനോടുകൂടി കൃത്യമായിട്ട് ആണ് ചെയ്യുന്നത്. അതാ പേജർ ആക്രമണം നോക്കുക, ഹിസ്ബുല്ല ഹാനിയെ കൊന്നത് നോക്കുക, അതൊക്കെ കൃത്യമായി അവിടെ നിന്ന്. ഇപ്പൊ ഗസ്റ്റ് ഹൗസിലാണ് ഹാനിയെ താമസിച്ചിരുന്നത്. ഗസ്റ്റ് ഹൗസിൽ ഇന്നടുത്ത് അല്ലെങ്കിൽ മുറി മാറി പോവാലോ. ഗസ്റ്റ് ഹൗസിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഏത് മുറി എന്നുള്ള പ്രശ്നമുണ്ട്. ആ മുറി മാത്രം ടാർഗറ്റ് ചെയ്യും. മാത്രമല്ല ആ മുറിയിൽ ഇങ്ങേര് താമസിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ബഗ് ചെയ്തതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞ് പിന്നീട് വാർത്തകൾ വന്നിരുന്നു. പുറത്തു നിന്ന് അങ്ങോട്ട് ആയുധം ഈ ഭിത്തിയൊക്കെ തുളച്ചിട്ടോ മേൽക്കൂര തുളച്ചിട്ടോ, നമ്മൾ ബാലക്കോട്ടും മേൽക്കൂര തുളച്ചിട്ടാണല്ലോ ചെയ്തത്, അതുപോലെ ഒക്കെ ചെയ്തതായിരിക്കാം എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ തന്നെ ഗസ്റ്റ് ഹൗസിൻ്റെ ചുറ്റുമൊക്കെ ചാരന്മാരുണ്ടായിരുന്നു മൊസാദിന്, ഇറാൻമാരായ ചാരന്മാർ തന്നെ. അതുകൊണ്ട് ആയത്തുള്ള ഖൊമൈനി അതാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ജനതയോടൊരു പ്രസംഗം നടത്തിയല്ലോ നെതന്യാഹു, ഒരു വീഡിയോ പ്രസംഗം. അത് ഇംഗ്ലീഷിൽ പ്രസംഗം, മറ്റേ ഇറാൻ ഭാഷയിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു, ഫാർസി ഭാഷയിൽ ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇയാളെ പുറത്താക്കണം എന്നാണല്ലോ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആയത്തുള്ള ഖമനിയെ പുറത്താക്കുക, സ്വതന്ത്രമാകുക, ഇറാൻ സ്വതന്ത്രമാവുക, ഒരു സമാധാന ഭരണകൂടം വരിക എന്നൊക്കെയുള്ള. അത് നടക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.